ചെയ്തു പോയ ഒരു കർമ്മങ്ങളും ബാത്തിലാകാൻ ഒരിക്കലും നമ്മൾ അനുവദിക്കരുത്. ഏതൊരു കാര്യവും നിർമ്മിക്കുവാനാണ് പ്രിയമുള്ളവരെ അധ്വാനം കൂടുതൽ ആവശ്യമായിട്ടുള്ളത്. തകർന്നു പോകുവാനും തകർത്ത് കളയുവാനും സെക്കൻഡുകളെ വേണ്ടൂ. ഒരു മാസക്കാലത്തെ വ്രതത്തിലൂടെ, ഖുർആനോത്തിലൂടെ, രാത്രി നമസ്കാരത്തിലൂടെ, കണ്ണുനീരൊഴുക്കിയുള്ള തൗബയിലൂടെ, പാപമോചന പ്രാർത്ഥനകളിലൂടെ, ദാനധർമ്മങ്ങളിലൂടെ, ദിക്റുകളിലൂടെ, സ്വലാത്തുകളിലൂടെ, അന്നദാനങ്ങളിലൂടെ ഒക്കെ നമ്മൾ നിർവഹിച്ചത് റഹ്മാനായ റബ്ബിലേക്കുള്ള അടുപ്പമായിരുന്നു. ആ അടുപ്പം തകർന്ന് തരിപ്പണമാകുവാൻ സെക്കൻഡുകളെ വേണ്ടൂ. അതിനെയെല്ലാം തകിടം മറിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഒന്നാമതായി, ഈ അവസരത്തിൽ നമ്മുടെ മനസ്സുകളിൽ നിലനിൽക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ആഗ്രഹം, നമ്മുടെ അമലുകൾ, നാം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യയോഗ്യമാകണേ എന്ന പ്രാർത്ഥനയാണ്. ഏതൊരു പ്രവൃത്തിയും ചെയ്തു തീർക്കുന്നതിനേക്കാളും അപ്പുറം യഥാർത്ഥത്തിലുള്ള നിർവഹണത്തിലൂടെ അല്ലാഹുവിങ്കൽ അത് സ്വീകാര്യയോഗ്യമായി തീരുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിനാണ് നമ്മൾ ഊന്നൽ നൽകേണ്ടത്. അതുകൊണ്ട് തന്നെ നിരന്തരമായി നമ്മുടെ പ്രാർത്ഥനകളിൽ കടന്നു വരണം, റബ്ബന തഖബ്ബൽ മിന്ന, ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ എന്ന്. മാത്രമല്ല, ഒരു കർമ്മം അല്ലാഹുവിങ്കൽ സ്വീകാര്യയോഗ്യമായി തീരുന്നത് രണ്ട് നിബന്ധനകൾ പൂർത്തീകരിക്കപ്പെടുമ്പോഴാണ്. ഒന്ന്, നിറഞ്ഞ ഇഖ്ലാസാണ്. പ്രപഞ്ച സൃഷ്ടാവിനെ മാത്രം ആരാധിച്ചുകൊണ്ടുള്ള തൗഹീദിലൂന്നിയ ആത്മാർത്ഥതയോടെ അവൻ്റെ മാത്രം പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം ഏതൊരു കർമ്മവും നാം അനുഷ്ഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത്. രണ്ടാമതായി, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രീതിയിലും കൃത്യമായ ആ മര്യാദകളും പാലിച്ചുകൊണ്ട് അവിടുത്തെ പിന്തുടർന്നുകൊണ്ടായിരിക്കണം എന്നുള്ളതാണ് ആ നിബന്ധന. ഇത് വരുംകാല ജീവിതത്തിലും നമ്മുടെ ഓരോ കർമ്മങ്ങളും അല്ലാഹുവിങ്കൽ സ്വീകാര്യയോഗ്യമായി തീരുവാൻ അനിവാര്യമായ നിബന്ധനകളാണ് എന്ന് ഞാനും നിങ്ങളും മറക്കാതെ തിരിച്ചറിയേണ്ടതുണ്ട്. രണ്ടാമതായി എനിക്ക് പറയാനുള്ളത്, നാം ഈ ഒരു മാസക്കാലം നോമ്പെടുത്തത് അല്ലാഹു പറഞ്ഞതുപോലെ നിങ്ങൾ തഖ്വയുള്ളവരാകുവാൻ വേണ്ടി എന്നാണ്. തഖ്വ നേടിയെടുക്കുവാൻ, ഭയഭക്തി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുവാനുള്ള നിരന്തരമായ പരിശ്രമമായിരുന്നു ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിലൂടെ, നിശാ നമസ്കാരത്തിലൂടെ, ഖുർആൻ പാരായണത്തിലൂടെ, സദഖകളിലൂടെ, ദാനധർമ്മങ്ങളിലൂടെ, മറ്റു സൽക്കർമ്മങ്ങളിലൂടെ ഒക്കെ നമ്മൾ അനുഷ്ഠിച്ചു പോന്നത്. അത് ഏതെങ്കിലും ഒരു സീസണിൽ നിലനിൽക്കേണ്ടുന്നതല്ല തഖ്വ എന്ന് പറയുന്ന പരമപ്രധാനമായ കാര്യം. ഇസ്ലാമിൽ ഏതെങ്കിലും ഒരു പ്രത്യേകമായ കാലത്തുള്ളതല്ല അത്. അതുകൊണ്ട് തന്നെ നാം വ്രതമനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അരുതായ്മകളെ കുറിച്ച് നമ്മുടെ മനസ്സിൽ ബോധം വരുമ്പോഴൊക്കെ, അത് ചെയ്യാനുള്ള താല്പര്യമുണ്ടായപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ചത് ഞാൻ നോമ്പുകാരനാണ് എന്ന മനസ്സിനെ പഠിപ്പിച്ചുകൊണ്ടാണ്. എന്നാൽ ഇനി വരും കാലത്ത്, നമ്മുടെ വരും കാല ജീവിതത്തിലും ഇതേ നിയന്ത്രണങ്ങൾ തുടരണം. എന്ത് മനസ്സിനെ പഠിപ്പിച്ചുകൊണ്ടാണ് ആ നിയന്ത്രണങ്ങൾ തുടരേണ്ടത്? ഞാൻ നോമ്പെടുത്തവനാണ്, ഞാൻ നോമ്പെടുത്ത് ശുദ്ധിയായവനാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒരു അശുദ്ധി എൻ്റെ ശരീരത്തിൽ, എൻ്റെ മനസ്സിൽ ഉണ്ടാകുവാൻ പാടില്ല എന്ന നിലക്ക് വരും കാല ജീവിതത്തിൽ കൃത്യമായ ആ ദൈവീകമായ ഭയഭക്തിയോടുകൂടെ തന്നെ നാം ജീവിക്കേണ്ടതുണ്ട്. മൂന്നാമതായി ഓർമ്മപ്പെടുത്തുവാനുള്ളത് നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ്. തഖ്വ, ഭയഭക്തി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്തെത്തുമ്പോഴോ ഏതെങ്കിലും ഒരു പ്രത്യേക മാസത്തിലോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട കാര്യമല്ല. മറിച്ച് മരണം വരെ നിലനിൽക്കേണ്ടുന്ന ബോധമാണ് ഭയഭക്തി എന്ന് പറയുന്നത്. മഹാനായ ബിശ്റുൽ ഹാഫി റഹിമഹുല്ല, അദ്ദേഹത്തോട് ആളുകൾ വന്ന് ചോദിച്ചു, ജനങ്ങൾ റമദാനിൽ വലിയ ഭക്തിസാന്ദ്രമായി ജീവിക്കുന്നു, റമദാനിൽ തെറ്റുകൾ ചെയ്യാതെ കണ്ണുകളെ, കാതുകളെ, നാവുകളെ ഒക്കെ നിയന്ത്രിക്കുന്നു, വലിയ സൂക്ഷ്മത പാലിക്കുന്നു. എന്നാൽ റമദാൻ കഴിഞ്ഞാൽ അവർ ഒരു കയറ് കെട്ട് പൊട്ടിച്ചു പുറത്തേക്ക് സ്വാതന്ത്ര്യം കിട്ടിയവരെ പോലെ എല്ലാ തിന്മകളിലും അവർ അഭിരമിച്ചു കൊണ്ടിരിക്കുന്നു. മഹാനവറുകൾ കൊടുത്ത മറുപടി, ബിഅ്സൽ ഖൗം, ഒരു ജനത എത്ര മോശപ്പെട്ട ജനതയാണ്. അല്ലദീന ലാ യഅരിഫൂന ലില്ലാഹി ഹഖ്ഖാ, അല്ലാഹുവിന് യാതൊരു വിലയും അവർ കാണുന്നില്ലല്ലോ, ഒരു വിലയും ഗാംഭീര്യവും അവർ മനസ്സിലാക്കുന്നില്ലല്ലോ. ഇല്ലാ ഫീ റമദാൻ,
റമദാനിലല്ലാതെ. അപ്പൊ റമദാനിൽ മാത്രം ഒരു ബക്രി, അത് കപട ബക്രിയാണ്. റമദാൻ കഴിഞ്ഞാൽ പിന്നെ തോന്നിയതുപോലെയുള്ള ജീവിതം, അങ്ങനെ ഒരു സീസണൽ ബക്രി ഇസ്ലാമിലില്ല. ഭയബക്രിയും തഖ്വയുമൊക്കെ ജീവിതത്തിൽ മുഴുവനായി അഭംഗുരം തുടരുകയും നിലനിർത്തുകയും ചെയ്യേണ്ടുന്ന കാര്യമാണ്. നാലാമതായി ഓർമ്മപ്പെടുത്തുവാനുള്ളത് ആഘോഷങ്ങളുടെ രീതിയാണ്. നമുക്ക് ആഘോഷിക്കുവാനുള്ളതാണ് അള്ളാഹു നിശ്ചയിച്ചു തന്ന ഈ ചെറിയ പെരുന്നാൾ, അതുപോലെ തന്നെ ബലി പെരുന്നാൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഈദിൻ്റെ സുദിനങ്ങൾ. അത് നമുക്ക് നല്ല നല്ല ഭക്ഷണങ്ങൾ ഭക്ഷിക്കാനും പാനീയങ്ങൾ കുടിക്കാനും പുത്തനുടുപ്പുകൾ അണിയാനും സുഗന്ധം ഉപയോഗിക്കുവാനും അതേപോലെ നല്ല നല്ല കാര്യങ്ങളുടെയൊക്കെ മനസ്സിനും അതുപോലെ തന്നെ തൻ്റെതായ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ തുടർന്നും സന്തോഷം ലഭ്യമാകുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുവാനുള്ളതാണ്. അതേ അവസരത്തിൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെടാത്തതൊന്നും ആഘോഷത്തിൻ്റെ പേരിൽ നമ്മൾ ചെയ്യുവാൻ പാടില്ല. അഞ്ചാമതായി എനിക്കെന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുവാനുള്ള കാര്യം അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം. അവനാണ് ഏറ്റവും വലിയവൻ, അവനിലാണ് ഞാനെല്ലാം ഏൽപ്പിക്കുന്നതെന്ന കൃത്യമായ ഭരമേൽപ്പിക്കലിൻ്റെ പാഠം. പ്രിയമുള്ളവരെ, അത് നമ്മുടെ മനസ്സുകളിൽ നിന്ന് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. മനുഷ്യന്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ സ്വാഭാവികം മാത്രമാണ്. എപ്പോഴും സുഖങ്ങളല്ല ജീവിതത്തിലുള്ളത്. ദുഃഖങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോഴും പിടിച്ചു നിൽക്കുവാനും താൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ബാക്കി പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുവാനും വിശ്വാസികൾക്ക് സാധിക്കേണ്ടതുണ്ട്. ആറാമതായി എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത് ആഘോഷങ്ങളുടെ തിളക്കം കൂടുന്നത് പാവപ്പെട്ട എല്ലാ ആളുകളെയും നമ്മൾ ചേർത്ത് പിടിക്കുമ്പോഴാണ്. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മാതാപിതാക്കൾ, അതുപോലെ തന്നെ ഭാര്യാഭർത്താക്കന്മാർ, ജ്യേഷ്ഠാനുജന്മാർ, അയൽവാസികൾ, അതുപോലെ തന്നെ നാട്ടിലുള്ള ഏതൊരു പൗരന്മാരുണ്ടോ, ആരുടെയും ജാതിയും മതവും ഒന്നും നോക്കാതെ തന്നെ പ്രയാസപ്പെടുന്നവരെ, കഷ്ടപ്പെടുന്നവരെ ചേർത്ത് നിർത്തുവാനുള്ള ആ ഒരു മാനസികമായ സന്തോഷത്തിന്റെ അവസരമായിട്ടാണ് ഈദിന്റെ സുദിനത്തെ നമ്മൾ കാണേണ്ടത്. ഫോൺ ചെയ്തുകൊണ്ടും നേരിട്ട് സന്ദർശിക്കുവാൻ സാധിക്കുന്നവരെ അങ്ങനെയുമൊക്കെ ആശ്വസിപ്പിച്ചും അതേപോലെ തന്നെ സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടും ഏറ്റവും വലിയ മാനവികതയുടെ സന്ദേശം കൈമാറേണ്ടുന്ന ദിവസമാണിത്. മാതാപിതാക്കളെ ഒരിക്കലും വേദനിപ്പിക്കുന്ന മക്കളായി നമ്മളാരും മാറാൻ പാടില്ല. ഭാര്യാഭർത്തൃ ജീവിതത്തിൽ സംശയത്തിന്റെ കരിനിഴൽ വീഴ്ത്തുന്ന ഒരു പ്രവർത്തനങ്ങളും ദാമ്പത്യ ജീവിതത്തിനിടയിൽ ദമ്പതികൾക്കിടയിൽ ഉണ്ടാകുവാൻ പാടില്ല. അതേപോലെ തന്നെ മക്കളോടുള്ള കൃത്യമായ ധാർമ്മികതയുടെ പാഠങ്ങൾ അവർക്ക് പകർന്നു നൽകുന്ന ആ ബാധ്യതകൾ നിർവഹിക്കുന്ന വിഷയത്തിൽ ഒരു രക്ഷിതാക്കളും മലംഭാവം കാണിച്ചുകൂടാ. അയൽപക്ക മര്യാദകൾ നിലനിർത്തുന്നതിൽ രാജ്യത്തുള്ള ഓരോ പൗരന്മാരോടും ഏറ്റവും കൂടുതൽ അവൻ തൻ്റെ സഹോദരനാണെന്ന ആ ഒരു ബോധത്തോടെ സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ചേർത്തു പിടിക്കുന്ന മനസ്ഥിതി, അതും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറന്നുപോകാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഏഴാമതായി എനിക്ക് എന്നോടും നിങ്ങളോടും അവസാനമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത് ഇതേപോലെയുള്ള ആഘോഷത്തിന്റെ, സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ ഒരു ദിവസം സ്വപ്നത്തിൽ മാത്രമായി അവശേഷിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ ലോകത്തുണ്ട്. അവർ വിവിധ ഭാഗങ്ങളിൽ പീഡനം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരിൽ പരിക്കേറ്റവരുണ്ട്, അവരിൽ കഷ്ടപ്പെടുന്നവരുണ്ട്, അതുപോലെ തന്നെ അവരിൽ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിച്ചവരുണ്ട്, വീടുകൾ നഷ്ടപ്പെട്ടവരുണ്ട്, ഭവനങ്ങൾ ഇല്ലാതെയായവരുണ്ട്, കൊലക്കത്തിക്കിരയായവരുണ്ട്. അവരൊക്കെ ഇന്ന് സമൂഹത്തിൽ വേദനിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കവരോട് നിർവഹിക്കുവാനുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കടമ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന ആരൊക്കെ ലോകത്തിന്റെ ഏതു ഭാഗത്തുണ്ടോ, അള്ളാഹുവേ നീ അവരെ സഹായിക്കണമേ എന്ന കൃത്യമായ മനമുരുകിയ പ്രാർത്ഥനയായിരിക്കണം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. തൊട്ടടുത്ത ദിവസങ്ങളിൽ പോലും കുടുംബങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള കുടുംബനാഥന്മാരുണ്ട്, പലരുമുണ്ട്. അവരൊക്കെ ഇന്ന് അവരുടെ ഖബറുകളിലാണ്. ആ കുടുംബങ്ങൾക്കും ഇന്ന് സന്തോഷത്തോടെ ഈദ് ആഘോഷിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഇങ്ങനെ പലവിധ കാരണങ്ങളാൽ വേദന അനുഭവിക്കുന്ന എത്രയോ ആളുകൾ ലോകത്തുണ്ട്. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി നമ്മുടെ പ്രാർത്ഥനകളിൽ പ്രാർത്ഥിക്കണേ എന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ഈ കാര്യങ്ങളൊക്കെ
നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി തന്നെ നമ്മൾ നിലനിർത്തിക്കൊണ്ട് വിശുദ്ധ റമദാനെ അവസാനിച്ചിട്ടുള്ളൂ. ആ റമദാനിൽ തന്നെ ഇതുവരെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന, കണ്ടുകൊണ്ടിരുന്ന, തൻ്റെ ചലനങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരുന്ന റഹ്മാനായ റബ്ബ് ഏത് കാലത്തും അവൻ ജീവിച്ചിരിക്കുന്നവനാണ്. അവൻ്റെ കൽപ്പനകളെ മാനിക്കേണ്ടവനാണ്. അവന് ഇഷ്ടപ്പെടാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യില്ല. എൻ്റെ കണ്ണുകൊണ്ട് ചെയ്യില്ല, എൻ്റെ കാതുകൊണ്ട് ചെയ്യില്ല, നാവ് കൊണ്ട് ചെയ്യില്ല എന്ന് ഓരോ വിശ്വാസിയും ഇവിടെ വെച്ച് അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ടവൻ പ്രതിജ്ഞ മനസ്സിലെടുക്കേണ്ടതുണ്ട്. സഹോദരിമാരോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളുടെ ശരീരം അത് നിങ്ങൾക്ക് പ്രദർശിപ്പിക്കേണ്ടത് അനുവദിക്കപ്പെട്ട നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ മുമ്പിൽ മാത്രമാണ്. ശരീരത്തിന്റെ സൗന്ദര്യം ഒരിക്കലും നിങ്ങൾ മാലോകരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുവാനോ പ്രദർശിപ്പിക്കുവാനോ പാടില്ല. അന്യപുരുഷന്മാരുടെ മുമ്പിലേക്ക് ഇറങ്ങുമ്പോൾ ഏതൊക്കെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം എന്ന് പ്രാഥമിക പാഠങ്ങളിലൂടെ പോലും പകർന്നു നൽകപ്പെടുന്നവരാണ് മുസ്ലിം വനിതകൾ. അത് ജീവിതത്തിന്റെ നിഖില മേഖലകളിലും പാലിച്ചുകൊണ്ട് സൂക്ഷ്മതയോടുകൂടെ ആയിരിക്കണം നാം മുന്നോട്ട് പോകുന്നത്. ആഘോഷത്തിന്റെ ദിവസങ്ങളല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഇതുവരെ വിലക്കപ്പെട്ട ഒരു കാര്യങ്ങളും നമ്മൾ ഇന്നു മുതൽ ഓപ്പൺ ചെയ്യരുത്. കൊണ്ട് തന്നെ ചെയ്തു പോയ ഒരു കർമ്മങ്ങളും ബാത്തിലാകാൻ ഒരിക്കലും നമ്മൾ അനുവദിക്കരുത്. ഏതൊരു കാര്യവും നിർമ്മിക്കുവാനാണ് പ്രിയമുള്ളവരെ അധ്വാനം കൂടുതൽ ആവശ്യമായിട്ടുള്ളത്. തകർന്നു പോകുവാനും തകർത്ത് കളയുവാനും സെക്കൻഡുകളെ വേണ്ടൂ. ഒരു മാസക്കാലത്തെ വ്രതത്തിലൂടെ, ഖുർആനോത്തിലൂടെ, രാത്രി നമസ്കാരത്തിലൂടെ, കണ്ണുനീരൊഴുക്കിയുള്ള തൗബയിലൂടെ, പാപമോചന പ്രാർത്ഥനകളിലൂടെ, ദാനധർമ്മങ്ങളിലൂടെ, ദിക്റുകളിലൂടെ, സലാത്തുകളിലൂടെ, അന്നദാനങ്ങളിലൂടെ ഒക്കെ നമ്മൾ നിർവഹിച്ചത് റഹ്മാനായ റബ്ബിലേക്കുള്ള അടുപ്പമായിരുന്നു. ആ അടുപ്പം തകർന്ന് തരിപ്പണമാകുവാൻ സെക്കൻഡുകളെ വേണ്ടൂ. അതിനെയെല്ലാം തകിടം മറിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അള്ളാഹു പറയുന്നുണ്ട്, വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, അവന്റെ റസൂലിനെ അനുസരിക്കണം. വലാ തുബ്തിലൂ അഅമാലക്കും, നിങ്ങളുടെ കർമ്മങ്ങളെ നിങ്ങൾ പൊളിച്ചു കളയരുത്, ബാത്തിലാക്കി കളയരുത്. ഇതാണ് ആവർത്തിച്ച് എന്നോടും നിങ്ങളോടും എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പൂർണമായ നിലയ്ക്ക് നമ്മളിൽ നിന്ന് പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ.